സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് എണ്ണിത്തുടങ്ങിയത്. അത് പ്രകാരം ആദ്യ അരമണിക്കൂറിനുള്ളിൽ എണ്ണിത്തീരുമ്പോഴേക്കും NDA സഖ്യം വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെച്ച ബീഹാറിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളതിനെ കാത്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM എണ്ണിത്തുടങ്ങുമ്പോൾ മാത്രമേ യഥാർത്ഥ കണക്കുകൾ മനസ്സിലാവുകയുള്ളൂ. ഉദ്യോഗസ്ഥരുടെ വോട്ടാണ് ഇപ്പോൾ ആദ്യം എണ്ണിത്തുടങ്ങിയിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റിൽ മിക്കവാറും ഭരണവിരുദ്ധ വികാരം പ്രകടമാകേണ്ടതുണ്ട്. പക്ഷേ ജൻ സ്വരാജ് പാർട്ടി എന്ന പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി വ്യക്തമായ ആധിപത്യം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം എന്ന് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന് വോട്ടായി മാറേണ്ടത് ഒരുപക്ഷെ RJD ഉദ്യോഗസ്ഥന്മാരോട് ഇതിനു മുൻപ് പെരുമാറിയത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പെരുമാറിയതനുസരിച്ച് അവർ വരുന്നതിന് തടയിടാൻ വേണ്ടി ബീഹാറിൽ ചില ഉദ്യോഗസ്ഥന്മാർ ജൻ സ്വരാജ് പാർട്ടിക്ക് വോട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ആദ്യം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ തന്നെ NDA വ്യക്തമായ ലീഡ് നേടുന്നു. NDAയുടെ ലീഡിൽ എന്ന് പറയുന്നത് JDUവും BJPയും ഒപ്പത്തിനൊപ്പം നീങ്ങുന്നു എന്നുള്ളതാണ്. ഏകദേശം 100 സീറ്റുകളിൽ ബാലറ്റ് പേപ്പറിലുള്ള വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 50-50 എന്നുള്ള നിലയിലാണ് ബീഹാറിൽ BJPയും അവരുടെ സഖ്യകക്ഷിയായ JDUവും ഉള്ളത്. നാളെ ആര് മുഖ്യമന്ത്രിയായി വരും എന്നുള്ളതിൽ വ്യക്തമായ അവകാശവാദം ഉന്നയിക്കാൻ JDUവിനും നിതീഷ് കുമാറിനും കഴിയും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഒപ്പത്തിനൊപ്പമുള്ള പോക്ക്. കഴിഞ്ഞ തവണ 80 സീറ്റുകൾ BJP നേടിയിട്ടും 40 സീറ്റുകളുള്ള നിതീഷ് കുമാറിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് അത് BJPക്ക് ബീഹാറിൽ പിടിച്ചു നിൽക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ 2025 തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഒരു മുൻവിധിയാണ് BJP കണ്ടതെങ്കിലും ഇത്തവണ നിതീഷ് കുമാർ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ BJPക്കൊപ്പം തന്നെ പോവുകയാണ്. BJPയും JDUവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ EVMൽ യുവാക്കളും അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും ഒക്കെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് NDA സഖ്യത്തിനെതിരായി മാറിയാൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ട്രെൻഡ് കാണാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പോസ്റ്റൽ ബാലറ്റിൽ NDA തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്.